പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരുക്കിയിരിക്കുന്ന 36 സൈസിൻ്റെ ഒരു സാരി ബ്ലൗസാണ്. ഇത് വളരെ ഈസിയായ കട്ടിങ്ങിലും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു മെഷർമെൻറ്റ് കിട്ടിയെങ്കിൽ എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചും ഒരു ബോഡി മെഷർമെൻറ്റ് എടുത്ത ഒരളവാണ് പറയുന്നത്. 36 ഇഞ്ച് ചെസ്റ്റും 30 ഇഞ്ചിൻ്റെ വേസ്റ്റ് ഇടവണ്ണം, ആ ഒരു രീതിയിലുള്ള ഒരു സൈസാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പം ഇതിന് എത്രത്തോളം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, കൈക്കുഴിയുടെ കണക്ക്, നെക്ക് വെട്ടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ കൈക്കുഴി വെട്ടുന്ന നേരത്ത് നമ്മൾ കത്രിക എങ്ങനെ പിടിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ തുടക്കം മുതൽ പൂർണ്ണത വരെ തന്നെ നിങ്ങളിത് വേണ്ടി വീഡിയോ കാണുക. കണ്ടിട്ട് തീർച്ചയായിട്ടും എന്നോടൊപ്പം തന്നെ വെട്ടിപ്പോകുക. വെട്ടിപ്പോകാൻ സമയമില്ലാത്തവർ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ബുക്കിൽ കുറിച്ച് വെക്കുകയും പിന്നീട് വീഡിയോ കണ്ട് ഒന്നും കൂടെ വെട്ടുകയും ചെയ്യുക. 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു മെഷർമെൻറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് തയ്ക്കാനുള്ള എല്ലാവിധ പ്രാക്ടീസും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ക്ലാസ് ഒരു ഫ്രീ ആണ്, വെറുതെ കിട്ടുന്നതാണ് എന്ന് കരുതി ഇതിനെ നിസ്സാരമായിട്ട് കാണരുത്. വളരെ ഗുരുഭക്തിയോട് കൂടി തന്നെ കണ്ട് ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനും തയ്ച്ചു കൊടുക്കാനും ഒക്കെ മനസ്സിരുത്തി തന്നെ കേൾക്കുക. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇതുപോലെ തന്നെ കൊടുക്കുന്നു. പിന്നെ മിക്ക സബ്സ്ക്രൈബറും നമ്മളോട് പല സൈസുകളും പറയാറുണ്ട്, ഇന്ന സൈസുകൾ വേണം എന്ന്. അപ്പോൾ അവർ പറയുന്ന സൈസ് നമ്മൾ കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഐഡിയ മാത്രമേ ഇതിൽ നിന്ന് കിട്ടിയുള്ളൂ എന്ന് കരുതാം, എങ്കിലും അത് ഒരു നല്ല അറിവായിട്ട് തന്നെ കരുതുക. ഓക്കെ, 14.5 ഇഞ്ചാണ് ലെങ്ത്. 2 ഇടത്ത് ഇങ്ങനെ 14.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ വരയ്ക്കുന്നു. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നു. അപ്പോൾ 36-ൻ്റെ 6-ൽ 1 നമ്മുടെ ഷോൾഡർ കൊടുക്കുന്നത്. 6 ഇഞ്ച് മാർക്ക് ചെയ്തു. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് മാർക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് 6 ഇഞ്ച് കൈക്കുഴി മാർക്ക് ചെയ്തു. ജസ്റ്റ് ഇങ്ങനെ തന്നെ വരച്ചിട്ട് ഇങ്ങനെ സ്കെയിൽ പിടിക്കുമ്പോഴും കത്രിക പിടിക്കുമ്പോഴും ഞാൻ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു തരാറുണ്ട്, സ്കെയിൽ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി. കറക്റ്റ് കൈക്കുഴി ഏകദേശം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ 2 സൈഡിൽ സ്കെയിൽ വെച്ചിട്ട് നടുക്കൊന്ന് പ്രസ് ചെയ്ത് പിടിക്കും. ഒരു വിരലുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചാൽ ഒരു കാരണവശാലും നമുക്ക് ഈ സ്കെയിൽ തെന്നിപ്പോകാതിരിക്കും. അപ്പോൾ ഇവ കാര്യം കൊണ്ട് നമ്മൾ പകർത്തി മുന്നോട്ട് പോകണം. ഓരോ വീഡിയോയിലും ഓരോരോ ഐഡിയാസാണ് പറഞ്ഞു തരുന്നത്, അതെല്ലാം മനസ്സിലാക്കുക. അപ്പം നമുക്കൊരു പ്രൊഫഷണൽ ടച്ച് എന്ന രീതിയിൽ നമ്മുടെ കട്ടിങ് കാണുമ്പം തന്നെ മറ്റുള്ളവർക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നുന്ന വിധത്തിൽ വേണം നമ്മൾ കട്ടിങ് പ്രാക്ടീസ് ചെയ്യാനും. ചിലപ്പം ഒരു 50 ബ്ലൗസ് വെട്ടിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ കട്ടറാകുന്നത്. അപ്പോൾ 50-ൽ നിന്നും 50 ഗുണങ്ങൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. നെക്കിൻ്റെ വൈഡ് എന്ന് പറയുന്നത് 2.25 2.25 വൈഡ് കൊടുത്തു. 8 ഇഞ്ചാണ് തീർന്ന് കിട്ടേണ്ടത്. 1/2 ഇഞ്ച് തള്ളിയിട്ട് 7.25 മാർക്ക് ചെയ്യുന്നു. നല്ല സ്ക്വയറിൽ തന്നെ നമ്മൾ വരയ്ക്കണം. ഇതെങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം, പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൈക്കുഴിയുടെ സെൻറ്ററിൽ നിന്നും ഒരു മാർക്ക് കൊടുത്തിട്ട് ഇപ്പം 36 അതിൻ്റെ കൂടെ 4 കൂടെ ചേർത്ത് 40 ഇഞ്ചാണ് നമ്മൾ ബോഡി മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് 36 + 4 40. അപ്പം എപ്പോഴും ഓർത്തോണം, ഇത് ബ്രസ്റ്റിൻ്റെ അളവല്ല, ചെസ്റ്റിൻ്റെ അളവാണ് കേട്ടോ. അപ്പോൾ ചെസ്റ്റ് അളവിൽ നിന്നുമാണ് നമ്മൾ 4 ഇഞ്ച് കൂട്ടുന്നത്. കട്ടിങ് കാണുന്ന പലർക്കും ചിലപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ട്. ഇതിൻ്റെ ഇടവണ്ണം എന്ന് പറയുന്നത് 30 ഇഞ്ചാണ്. 30-ൻ്റെ 4-1 7.5. ബാക്ക് ടാട്ട് ഇല്ലാത്ത ബ്ലൗസ് തന്നെയാണ്. ബാക്ക് ടാട്ട് ഇല്ലാതെ തന്നെ ഇത് ക്ലിയർ ആകുന്നുണ്ട്. ഇനി നമ്മൾ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നു. കറക്റ്റ് ഇങ്ങനെ തന്നെ വരയ്ക്കും. വളരെ രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ ഒരു സ്ക്വയർ നെക്ക് വരച്ചാൽ ഒരിക്കലും നിങ്ങൾ സ്ക്വയർ ആ ഒരു ഐഡിയ വെച്ച് വരെ വെട്ടരുത്. കാരണം നമ്മൾ എപ്പോഴും നമുക്ക് ബാക്ക് നെക്ക് വെട്ടുമ്പോൾ യഥാർത്ഥമായ യു കിട്ടണമെങ്കിൽ ഈ വരയോട് ചേർന്ന് തന്നെ നമ്മൾ വരയ്ക്കണം. ഇങ്ങനെ തന്നെ വരയ്ക്കണം. അപ്പോൾ ഏകദേശം ഒരു 1/2 ഇഞ്ചോ ഇല്ലെങ്കിൽ 3/4 ഇഞ്ച് കൂടുതൽ ഈ ഒരു സ്ക്വയറിൽ നിന്നുള്ള റൗണ്ടിന് വ്യത്യാസം വരുത്തത്തില്ല. അപ്പോൾ ഈ നടുക്കുന്ന തന്നെ കൈക്കുഴിയുടെ ഈ നടുക്കുന്ന തന്നെ നമ്മൾ ഇങ്ങനെ കൈക്കുഴി വെക്കുക. എന്നിട്ട് നോർമലി കൈക്കുഴി നമ്മളൊന്ന് അളന്ന് നോക്കാം. എത്ര ഇഞ്ച് നമുക്ക് തീർന്ന് കിട്ടുന്നുണ്ടെങ്കിൽ 4-1, അതായത് ബോഡി വണ്ണത്തിൻ്റെ 4-1 1 ഇഞ്ച് കുറച്ചാണ് കൈക്കുഴി കിട്ടേണ്ടത്. അപ്പോൾ 9 കഴിഞ്ഞ് ജസ്റ്റ് നമ്മൾ ഈ വണ്ണവുമായിട്ട് ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും 8 ഇഞ്ച് നമുക്ക് തീർന്ന് കൈക്കുഴി കിട്ടിയാൽ മതി.
നോർമലി നമ്മൾ ഇങ്ങനെ ഒരു ഷോൾഡറിന് ഒരു ഷേപ്പ് കൊടുക്കും. ഈ ഷോൾഡറിൻ്റെ ഷേപ്പ് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ വെട്ടാൻ നേരം ഈ കുത്തനെയുള്ള ഷോൾഡർ ഇവിടെ വെട്ടരുത്. ഒരു ചെറിയ ഓവലിൽ വെട്ടിയേ പോവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നെക്ക് തയ്ക്കുമ്പോൾ നമുക്കതൊരു കൂർത്ത മോഡലിൽ നിൽക്കും. അത് സാരി ബ്ലൗസ് കാണുമ്പോഴും ഇടുമ്പോഴും ഒക്കെ വളരെ കംപ്ലൈൻറ്റിന് കാരണമാകുന്ന ഒന്നാണ്. അപ്പോൾ ബാക്ക് പീസ് നമുക്കൊന്ന് വെട്ടാം. നോക്കുക കത്രിക എങ്ങനെ വെക്കുന്നു. ഇങ്ങനെ മുമ്പോട്ട് വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഈ നെക്ക് ടേബിളിൽ നിന്നും കത്രിക എടുക്കാതെ പോകണം. മനസ്സിലായി? എന്നിട്ട് ഇങ്ങനെ ഷോൾഡർ വെക്കുമ്പോൾ കുത്തനെ പിടിക്കാതെ ഉണ്ട്. കുത്തനെ ഒരു ഷോൾഡർ നമ്മൾ ആ പോയിൻ്റ് കൊടുത്തിട്ടില്ല. ഇവിടെ ഒരു ചെറിയ രീതിയിൽ 4 ഇഞ്ച് നേരെ വന്നിട്ടാണ് ഷോൾഡറിന് നമ്മൾ ആ ചെരിവ് കൊടുത്തത്. ഈ വക ചെറിയ ചെറിയ ടെക്നിക്കിൽ നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കണം. എങ്കിൽ മാത്രം നമുക്ക് നിസ്സാരമായിട്ട് തന്നെ ബ്ലൗസ് വെട്ടിയെടുക്കാൻ പറ്റും. കംപ്ലൈൻറ്റ് ഇല്ലാത്ത രീതിയിൽ വെട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ തന്നെ വെട്ടുക. അപ്പോൾ 36 ഇഞ്ച് ബോഡി വണ്ണമുള്ള 30 ഇഞ്ച് ഇടവണ്ണമുള്ള ഒരു സാരി ബ്ലൗസിൻ്റെ ബാക്ക് പീസ് നമ്മൾ റെഡിയാക്കിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചോദിക്കാവുന്നതാണ്. ഇവിടെ 1.5 ഇഞ്ച് തന്നെ നമ്മുടെ കട്ടിങ്ങിൽ കറക്റ്റായിട്ട് വരുന്നുണ്ട്. 1.5 ഇല്ലെങ്കിൽ 1.25. അതിൽ മേളിലോട്ടും താഴോട്ടും പോകാതെ പ്രത്യേകം നോക്കണം. 60 ഇഞ്ച് വീതിയിലാണ് ഞാൻ ഈ സാമ്പിൾ വെട്ടി കാണിക്കുന്നത്. 36 ഇഞ്ച് വീതിയിലുള്ള തുണിയാണെങ്കിൽ ആവറേജ് ഒരു 1.10 അല്ലെങ്കിൽ 1.15 അതിൻ്റെ ഒരു അളവ് വരുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് 1 മീറ്ററിൽ വേണമെങ്കിലും ഈ അളവ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഈ മാർക്കിൽ നിന്നാണോ 1.5 ഇഞ്ച് ഇടണ്ടേ ഫ്രണ്ട് വിടണം. നമ്മൾ ബാഗിൻ്റെ ഇതില്ലേ ഈ തുമ്പിൽ നിന്നും വേണം 1.5 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യാൻ. പ്രത്യേകം അത് മറന്നു പോകാതെ എഴുതി വെക്കണം. ഞാൻ ടേപ്പ് വെക്കുന്ന കണ്ടല്ലോ, ഈ തുമ്പിൽ നിന്ന് 1.5 ഇഞ്ച്. പെട്ടെന്ന് നിങ്ങൾക്കൊരു 10 മിനിറ്റ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ ബ്ലൗസിൻ്റെ ഏകദേശം ഒരു രൂപം കിട്ടും. പിന്നെ ഇതെടുക്കുന്ന 4 ഇഞ്ച് നമ്മൾ ഇവിടുന്ന് തള്ളി വെട്ടണം. ഇവിടുന്ന് 4 ഇഞ്ച് തള്ളി വെട്ടുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു പ്രധാന കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ 2.25 നെക്കിന് ബാക്ക് നെക്ക് വൈഡ് കൊടുത്താൽ ഈ മാർക്കിൽ 3 ഇഞ്ച് ഇത് കിട്ടുന്നുണ്ടോ എന്ന് പ്രത്യേകം നോക്കണം. കണ്ടോ ഈ 3 ഇഞ്ച് വന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്, നെക്ക് വൈഡ് ഫ്രണ്ട് നെക്ക് വൈഡ് കുറഞ്ഞു പോയിട്ട് യു വെട്ടിയാലും ഒരു വി മോഡലിൽ വന്നു നിൽക്കും. അത് നമുക്ക് ഒരു കാരണവശാലും ഫിനിഷിങ് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് നെക്ക് നമുക്ക് 6 ഇഞ്ചാണ് തീർന്ന് കിട്ടേണ്ടത്. ഇതിൽ നിന്നും 5.25 മാർക്ക് ചെയ്തു. 5.25 മാർക്ക് ചെയ്തു. ഫ്രണ്ട് നെക്ക് നമ്മൾ നല്ല സ്ക്വയറിൽ തന്നെ വന്നു. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ മാർക്കിൽ നിന്നും, അതായത് കൊണ്ട് നമ്മൾ തയ്യൽ തുമ്പ് ഇടുന്ന ഈ ഒരു മാർക്കുണ്ട്, ഈ മാർക്കിൽ നിന്നും 3 ഇഞ്ച് തള്ളി വെക്കണം. ഇങ്ങനെ വെട്ടിയതിന് ശേഷം 4.25 ഇഞ്ച് പീസ് കൊടുക്കുന്നു, അതായത് ബെൽറ്റ് പീസ്. ഇത്രയും മാർക്കിങ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ മാർക്കിങ് ഏകദേശ രൂപം ഒരു രൂപരേഖയായി. ഇനി ഞാൻ വെട്ടുന്ന പോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അടിവശം ഇങ്ങനെ വെട്ടിപ്പോയി. ഫ്രണ്ടിനൊക്കെ നല്ല രീതിയിലുള്ള വ്യൂ വെട്ടി ഷോൾഡർ വെട്ടി കൈക്കുഴി ഇങ്ങനെ തന്നെ വെട്ടണം. ഇങ്ങനെ കൈക്കുഴി വെട്ടി ഇത് ക്ലിയർ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് പീസ് ഈസി ആയിട്ട് തന്നെ എടുത്തു മാറ്റാം. ഇനി നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം, 1/2 ഇഞ്ച് ഷോൾഡറിൻ്റെ മാർക്ക് കൊടുത്തു, 1/2 ഇഞ്ച് ഈ നെക്കിൻ്റെ ഇവിടുന്ന് വൈഡും കൊടുത്തു. എന്നിട്ട് കൈ ടേപ്പ് ഇങ്ങനെ വെക്കും. ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ 9.25 മെയിൻ ഡാഡിൻ്റെ ലെങ്ത് ഞാൻ മാർക്ക് ചെയ്യും. മാർക്ക് ചെയ്തിട്ട് നേരെ താഴോട്ട് ഒരു വര ഇങ്ങനെ വരയ്ക്കണം. 3/4 ഇഞ്ച് ഇവിടെ ഇറക്കണം. 3/4 ഇഞ്ച് ഇവിടെ ഇങ്ങനെ എനിക്ക് ടേപ്പിൽ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാവും.
ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ നമ്മൾ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പടിപ്പീസ് ഈസിയായിട്ട് നിങ്ങൾക്ക് വെട്ടിയെടുക്കാൻ പറ്റും. ഇങ്ങനെ വെട്ടണം. നമ്മൾ പടിപ്പീസ് അങ്ങ് വെട്ടാൻ പോവുകയാണ്. ബെൽറ്റ് പീസ് 1/2 ഇഞ്ച് ഇവിടെ തയ്യൽത്തുമ്പ് തള്ളിയിട്ട് 30 ഇഞ്ചാണ് നമ്മുടെ ഇടവണ്ണം പറഞ്ഞത്. ആ ഇടവണ്ണത്തിൻ്റെ 4/1 ഇവിടെ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്തിട്ട് സ്കെയില് നല്ല ക്രോസിൽ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇതിൽ നിന്നും 1/4 ഇതെങ്ങനെ ഇട്ടിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ട് വളരെ ഈസിയായി സ്ട്രെയിറ്റ് കട്ടിങ്ങിൻ്റെ ബെൽറ്റ് പീസ് നിങ്ങൾക്ക് വെട്ടിയെടുക്കാം. കണ്ടോ? ഇപ്പം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ച് വെക്കണം. കത്രിക പിടിക്കുന്ന അളവും പിന്നെ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് എടുത്തുകൊണ്ട് ഈ 1/4 ഇഞ്ച് എടുത്ത് വിട്ടാൽ ഈ നെക്കിൻ്റെ ഇവിടുന്ന് നമുക്ക് ഒരു ചെറിയ പിടുത്തം കൊണ്ട് താഴോട്ട് കിട്ടുമ്പോൾ നെക്ക് കുറച്ചും കൂടെ ഫ്രണ്ട് വലിഞ്ഞ് കുറേ നല്ല വൃത്തിയായിട്ട് ഇരിക്കാനായിട്ട് ഈ ഭാഗം നമുക്ക് ഉപകരിക്കും. അപ്പം 36 ബോഡി വണ്ണം, 30 ഇടവണ്ണത്തിൻ്റെ നമുക്ക് ബാക്ക് പീസ് റെഡിയായി, ബെൽറ്റ് പീസും റെഡിയായി. ഇനി നമുക്ക് ഫ്രണ്ട് എത്രയോ ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി 3 ഇഞ്ചാണ് ഈ നെക്കിൻ്റെ വൈഡ്. 1.5 ഇങ്ങോട്ടും ഈ മാർക്കിൽ നിന്ന് 1.5 ഇങ്ങോട്ടും ഇങ്ങനെ മാർക്ക് ചെയ്യും. തീർച്ചയായിട്ടും നിങ്ങളൊരു ഉദ്ദേശം അനുസരിച്ച് ചെയ്യില്ല, സ്കെയിൽ കൊണ്ട് തന്നെ മാർക്ക് ചെയ്യണം. ഇത്രയും ചെയ്തതിന് ശേഷം 1/4 ഇഞ്ച് ഈ ഭാഗത്ത്, 1/4 ഇഞ്ച് ഈ ഭാഗത്ത് അതെ, എന്നാൽ നമ്മൾ ചോക്ക് കൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഡോട്ട് പോലെ ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ടിടത്തും നമുക്ക് 1/4 ഇഞ്ച് എടുത്ത് കളയുമ്പോൾ ഈ ഫ്രണ്ടിൻ്റെ ഷേപ്പ് വളരെ രീതിയിൽ മാറി നമുക്ക് ഇതൊരു ഓവലായിട്ട് തന്നെ എടുക്കണം. നേരെ എടുത്ത് കൊടുക്കരുത്. നേരെ എടുത്ത് കൊടുത്താൽ നമ്മുടെ ബെൽറ്റുമായിട്ടുള്ള ഷേപ്പ് മാറിപ്പോകും. ഇങ്ങനെ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തു. ഈ ഡാട്ടിൽ നിന്നും 1 ഇഞ്ച് മാറി 1/2 ഇഞ്ച് കയറി നമ്മൾ സെൻറ്റർ ഡാട്ട് കൊടുക്കുന്നു. 3.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. നമുക്ക് സെൻറ്റർ ഡാട്ടുമായി. ഇനി ഇതിങ്ങനെ തിരിക്കുന്നു, മാർക്ക് ചെയ്യുന്നു. ഈ തിരിച്ചിട്ട സമയം തന്നെ നമ്മൾ മറന്നു പോകാതെ 4 ഇഞ്ച് ഇതാ ഇവിടുന്ന് എടുത്ത് വിടുന്നു. അത് എവിടെ തീരണം? ഈ ഡാട്ടിൻ്റെ ഇവിടം കൊണ്ട് തീരണം. ഇവിടുന്ന് ഇങ്ങനെ വെട്ടി 4 ഇഞ്ച്. അത് നമ്മൾ ഷോൾഡറിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഒരു നോർമൽ ഇതിലെടുത്ത് വിടണം. 4 ഇഞ്ച് എടുത്തിട്ടുമുണ്ട്, എന്നാൽ കണ്ടാൽ നമുക്കത് മനസ്സിലാകാത്ത വിധത്തിൽ തന്നെ ചെയ്യണം. ഇനി 1.25 ഇഞ്ച് ഈ ഫ്രണ്ടിൽ നിന്ന് താത്തിട്ട് 3/4 ഇഞ്ച് സെൻട്രൽ വരുന്ന പോലെയും ഇവിടുന്ന് 1.25 ഇഞ്ച് കയറി നിൽക്കുന്ന പോലെയും നമുക്ക് ഫ്രണ്ട് കുഴിച്ച് വെട്ടുമ്പോൾ ഉള്ള കണക്ക് പ്രത്യേകം ചെയ്യണം. കുഴിച്ച് വെട്ടുമ്പോൾ ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ട്, കത്രി ഇങ്ങനെ നമ്മൾ ടേബിളിൽ കൊള്ളിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെട്ടണം. കണ്ടോ? നിങ്ങൾ ഓൺലൈനിൽ ക്ലാസ്സൊക്കെ എടുക്കുമ്പോൾ ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു അറിവ് കിട്ടാൻ പാടാണ്. കാരണം ഇത് ചെയ്തുള്ള ഒരു പരിചയം കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ അറിവുകൾ നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. കഴിഞ്ഞ 32 വർഷത്തോളമായിട്ട് സാരി ബ്ലൗസിൻ്റെ കാര്യങ്ങളിലും ഒക്കെ കത്രി വെച്ച് വെട്ടുന്ന അനുഭവത്തിൽ നിന്നുമാണ് നമ്മളിങ്ങനെ ഒരു ഇവിടുന്ന് കയറി ഫ്രണ്ട് വെട്ടുന്നവരും ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു കട്ടിങ്ങിൽ അതൊരിക്കലും ശരിയാകില്ല. നിങ്ങൾ മേളിൽ നിന്ന് 1.25 ഇഞ്ച് ഒരൊറ്റ വെട്ടിങ്ങനെ വെട്ടുമ്പോൾ അത് യഥാർത്ഥമായ ഷേപ്പ് വരും. അപ്പം സ്കെച്ച് വെച്ച് വരച്ചിട്ട് പലരും ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സിലൊക്കെ കാണിക്കും. പക്ഷേ അവർക്ക് ഒരിക്കലും അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നുള്ള ഒരു തിയറി പറഞ്ഞു തരാൻ ഒരിക്കലും കഴിയില്ല. മറ്റുള്ളവർക്ക് നിന്ന് കണ്ടുപിടിച്ച് ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കും എന്നേ ഉള്ളൂ. അനുഭവത്തിൽ പറയാൻ അവർക്ക് സാധിക്കത്തേയില്ല എന്ന് പറഞ്ഞ് അവരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഒരു ക്ലാസ്സിൽ പോലും അങ്ങനെ ഒരു കത്രിക പിടിക്കേണ്ടതോ ടേപ്പ് പിടിക്കേണ്ടതോ ആയ വശങ്ങൾ ആരും ഇന്നുവരെ പറഞ്ഞ് ഓൺലൈനിൽ ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ടാണ്. അപ്പം അവരുടെ വീഡിയോയും ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ വീഡിയോയും കാണാം. എങ്കിലും ഏത് വീഡിയോ ആണെങ്കിലും നമുക്ക് പ്രയോജനം വരണം എന്ന് മാത്രം. അപ്പം ഞാൻ ഈ പറഞ്ഞ സൈസിൻ്റെ ബാക്ക് പീസ് നമുക്ക് റെഡിയായി, ഫ്രണ്ട് പീസ് നമുക്ക് റെഡിയായി. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്രണ്ട് പീസ് വെച്ചിട്ട് ഈ ബെൽറ്റ് പീസും വെച്ച് നിങ്ങൾ പ്രത്യേകം സൈഡ് നോക്കണം. ഒപ്പം വെക്കണം. ഇങ്ങനെ തയ്യൽ തുമ്പ് കയറ്റിയും വെച്ചിട്ട് ഈ ഡാട്ട് ഇങ്ങോട്ട് കൊള്ളിച്ചിട്ട് ഈ സൈഡ് നമുക്ക് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടോ എന്ന് കട്ടിങ്ങിൽ നോക്കിയിട്ടേ ഉള്ളൂ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇരിക്കാവുള്ളൂ. ഉണ്ടോ? ഇല്ലെങ്കിൽ ഇനി അഥവാ ഒരു 4 ഇഞ്ചോ 1/2 ഇഞ്ചോ ഒക്കെ വ്യത്യാസം വന്നാൽ നമുക്ക് ബെൽറ്റിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം.
കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ പ്രകാരം വെട്ടിയാൽ ഒരിക്കലും അത് കൂടുതൽ വരത്തില്ല, കൃത്യമായിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ. പലരും ബ്ലൗസ് വെട്ടി പോകുമ്പോൾ ബാക്ക് പീസ് ഓക്കെ, ഫ്രണ്ടിന് ഇറക്കം കിട്ടുന്നില്ല എന്ന് പറയുന്നു. ആ പറയുന്നതിൻ്റെ മുഖ്യമായ കാരണം ഒന്ന് ബെൽറ്റിൻ്റെ വീതിയും, രണ്ടാമത് 1.5 ഇഞ്ച് നമ്മൾ താഴോട്ട് കൂടുതലിടുന്ന പറഞ്ഞ കാര്യവും പറഞ്ഞായിരുന്നു. അതിൽ വരുന്ന ഒരു വ്യത്യാസങ്ങളാണ്. ഇനി നമുക്ക് കൈ വെട്ടുന്നതിലേക്ക് പോകാം. നമ്മൾ 2 പീസ് ഇങ്ങനെ മടക്കിയിട്ടു. മടക്കിയിട്ടതിന് ശേഷം എപ്പോഴും നമ്മൾ 1/2 ഇഞ്ച് വരയ്ക്കുന്ന പോലെ തന്നെ ഇതാ ഇങ്ങനെ വരയ്ക്കും. 8.5 ഇഞ്ചാണ് കൈ നീളം. ഇതിൽ നിന്നും 8.5 മാർക്ക് ചെയ്തു. 1.25 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല, കാരണം ഒരു ഐഡിയ വെച്ചാണ് അത് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്ക് കൈ ലൂസ് നമുക്ക് വരുന്നത് 11 ഇഞ്ചാണ്. 5.5 ഇവിടെ മാർക്ക് 11 ഇഞ്ചെന്ന് എഴുതി വിടണം. ഇനി നമുക്ക് വേണ്ടത് മിക്കവാറും ബോഡി വണ്ണത്തിൻ്റെ 10-1 4 ഇഞ്ച് കൂട്ടിയും കുറച്ചും ഒക്കെ തന്നെ നമുക്ക് ഇത് മാർക്ക് ചെയ്യാവുന്നതാണ്. താഴോട്ടുള്ള നീളം എങ്കിലും നമ്മൾ 3.5 ഇഞ്ച് കൊടുത്തിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് നമ്മളിത് ടേപ്പ് ഇങ്ങനെ വെച്ച് നോക്കണം. 8 ഇഞ്ച് നമുക്ക് എവിടം വരെ വരുന്നുണ്ട്. ഒരു മാർക്ക് കൊടുത്തു. ഈ ഒരു മാർക്ക് കൊടുത്തിട്ട് നമ്മൾ നോർമലി ഇങ്ങനൊരു കൈയുടെ ഒരു സ്കെച്ച് ഇങ്ങനെ വരച്ചിട്ട് ബാക്ക് പീസ് വെച്ച് നമ്മൾ എത്ര ഐഡിയയും തിട്ടവുമുള്ള ആളാണെങ്കിൽ പോലും നമ്മൾ വെട്ടുമ്പോൾ നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കണം. 4 ഇഞ്ചൊക്കെ ചിലപ്പോൾ കൂടുതൽ വരാനുള്ള സാധ്യത കുറവും കൂടുതലും വരും. എങ്കിലും നമുക്കൊന്ന് നോക്കാം. ഒരു കാരണവശാൽ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടല്ല കാണിക്കുന്നത്, ലൈവായിട്ട് തന്നെ കട്ടിങ്ങാണ് നിങ്ങളെ കാണിക്കുന്നത്. ചിലപ്പോൾ എനിക്കും തെറ്റ് പറ്റാം, എങ്കിലും നമുക്ക് നോക്കാം എത്രത്തോളം ഇത് കറക്റ്റാണെന്നുള്ള കാര്യം നിങ്ങൾ നോക്കുക. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നോക്കാം എത്രത്തോളം നമ്മുടെ റിഗാള് കറക്റ്റായിട്ടിരിക്കുന്നു എന്ന് പ്രത്യേകം നിങ്ങൾ നോക്കുക. മനസ്സിലായില്ലേ? ഈ ഭാഗം നോക്കിക്കോ. ഇനി നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമുക്ക് കൈ വെട്ടാം അല്ലേ? ഒരു കാരണവശാലും അത് വ്യത്യാസം വരത്തില്ല. കൈ റൗണ്ടിൽ ചേർത്താലും ശരി, കൈ നീളത്തിൽ ചേർത്താലും ശരി, നമുക്കൊരു കാരണവശാലും കൈക്കുഴി കൂടുതലോ കുറവോ വരത്തില്ല. ഇനി 1.25 ഇഞ്ച് ഇവിടെ തള്ളി നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നാൽ കൈ ലൂസ് കൂട്ടിക്കൊടുക്കാൻ രണ്ടും ഇങ്ങനെ തന്നെ വരയ്ക്കണം. ഒരു കാരണവശാലും നിങ്ങൾ സ്കെയിൽ ഉപയോഗിക്കാതെ വരയ്ക്കുന്നവരുണ്ട്, എങ്കിലും സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ വരയ്ക്കുക. വരയുടെ കാര്യത്തിൽ ലാഭം നോക്കല്ല, വരച്ച് തന്നെ വെട്ടണം. നിങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തെങ്കിൽ പോലും അത് വരച്ച് ഞാനിപ്പോൾ പറയുന്ന പോലെ തന്നെ കാണിച്ചു കൊടുക്കണം. അറുപത് തുണിയുടെ തുണി ആയതുകൊണ്ടാണ് ഇങ്ങനൊരു ഇത് വരുന്നത്. 36 ആണെങ്കിൽ ഇത്രയും നമുക്ക് തുണി ലാവിഷായിട്ട് കിട്ടത്തില്ല. ഇവിടെ നമ്മളിത് കൊടുക്കും. ഇനി നിങ്ങൾക്ക് ഫ്രണ്ട് എടുത്ത് വെട്ടുന്ന കാര്യം എല്ലാവർക്കും സംശയമുണ്ട്. അതിൻ്റെ കൃത്യമായ ഒരു കണക്ക് ഞാൻ പറഞ്ഞു തരാം. 1 ഇഞ്ച് 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യണം, 2 ഇഞ്ച് ഇവിടെ കൊടുക്കണം. ഇത് 2ൻ്റെ ടേപ്പ് വെച്ച് നമുക്ക് ഇങ്ങനെ നോക്കണം. പഠിക്കുന്നവർ 5 ഇഞ്ചുണ്ട്, അപ്പോൾ 2.5 ഇഞ്ച് ഒരു മാർക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് 3/4 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് എടുത്ത് വെട്ടിയ പോലെ തന്നെ ഇവിടെയും വെട്ടുക. എന്നിട്ട് ഈ കൈ ഇങ്ങനെ നൂർത്തിട്ടതിന് ശേഷം ഞാൻ കത്രി വെക്കുന്ന പോലെ തന്നെ നോക്കുന്നുണ്ട്. ഇങ്ങനെ വെച്ച് കറക്റ്റ് 3/4 ഇഞ്ചിൻ്റെ ആ ഷേപ്പ് കണ്ടോ? ഈ തുണിൻ്റെ ഈ ഷേപ്പ് ഇതുപോലെ തന്നെ വെട്ടിയെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഏകദേശം വരുന്ന പോലെ ഒരു പൊതയിട്ട് കൊടുക്കും അല്ലേ? അതാണ് കൈവെട്ടി. ഇപ്പം നിങ്ങളോട് തന്നെ ഞാൻ കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളും ചേർത്ത് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ഒരു കാരണവശാലും പിടി കിട്ടത്തില്ല. നേരെ മറിച്ച് ലളിതമായ രീതിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തന്നാൽ 1, 2, 3, 4 വെട്ടിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാരി ബ്ലൗസ് ആരോടും സംശയം ചോദിക്കാതെ തന്നെ വെട്ടിയെടുത്ത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുന്നിടം വരെ നമ്മൾ ഈ കട്ടിങ്ങിൻ്റെ ക്ലാസ് തീർച്ചയായിട്ടും തുടരും. നിങ്ങൾക്കത് ഗുണകരമായി മാറണം. ഇപ്പോൾ ഓരോരുത്തർ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോഴും തയ്ച്ച് നോക്കി ക്ലിയറായി എന്ന് പറയുമ്പോഴും പുതിയൊരു സൈസിനെ പറ്റി അവരുടെ ഐഡിയ ഇടുമ്പോഴും നമുക്കൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളും നല്ല രീതിയിൽ തന്നെ ഇതുപോലുള്ള കട്ടിങ്ങൊക്കെ പരീക്ഷിച്ച് കിട്ടുന്ന വർക്കൊക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത് നിങ്ങളുടെ നാട്ടിൽ തന്നെ അറിയപ്പെടുന്ന നല്ല ടൈലറായി മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടട്ടെ.
എന്ത് സംശയം കട്ടിങ്ങിലുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കുക, കമൻ്റ് ഇട്ടാൽ മതി. അത് നിങ്ങൾക്ക് വ്യക്തമാകുന്ന രീതിയിൽ തന്നെ ഉടൻ തന്നെ ഞാൻ മറുപടി തരികയും എങ്ങനെ അത് വെട്ടിക്കാണിക്കുമോ എന്ന് ചോദിച്ചാൽ സമയവും സാഹചര്യവും പോലെ പറയുന്നവരുടെ അഭിപ്രായത്തിൽ അത് വെട്ടിക്കാണിക്കുകയും ചെയ്യുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ചേരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള വാട്സപ്പ് പോലെ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കൊടുത്ത് വീഡിയോ പ്രൊമോട്ട് ചെയ്യണം. ഈ അറിവുകൾ മറ്റുള്ളവർക്ക് എത്തട്ടെ, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. തയ്യൽ ഉപജീവന മാർഗമായി സ്വീകരിച്ച് വീട്ടിൽ നിന്ന് തയ്ച്ച് അരി മേടിക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം. അവരിൽ ഒരാൾക്കെങ്കിലും ഇതൊരു ഉപകാരമായെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം ആയിട്ട് കാണുന്നു. ഒരിക്കൽ കൂടി ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ഗുരുമുഖത്ത് നിന്നും നിങ്ങൾക്ക് നൽകുന്ന വീഡിയോ പോലെ, സമർപ്പിക്കുന്ന വീഡിയോ പോലെ ഒരു അറിവായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക്